രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് AICC ആസ്ഥാനത്താണ് യോഗം നടക്കുക. പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിഷേധിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കമെന്നറിയുന്നു. വിനീത VG ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ശരിക്കും രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനം ഒരുപക്ഷെ ലോകം തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നെന്ന് വേണം കരുതാൻ. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം അപ്രതിരോധ്യനായ നേതാവായി മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജീവ് സർദേശായിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്ര കാലവും കണ്ട ഒരു രാഹുൽ ഗാന്ധി അല്ല ഈ വാർത്താ സമ്മേളനത്തിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ PPTയുമായി വന്ന രാഹുൽ ഗാന്ധി. നന്നായി പഠിച്ച് യാതൊരു മുക്കലും മൂളലും മുറുങ്ങലും ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി അവതരിപ്പിക്കുമ്പോൾ മറുപടി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടും. വിനീത, തീർച്ചയായും അതുതന്നെയാണ് SKN. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് ഞാൻ പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പൊട്ടിയപ്പോൾ അതൊരു 1.5 ഉഗ്രൻ ബോംബായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഏതാണെങ്കിലും അദ്ദേഹം തെളിവുകളടക്കം നിർത്തിക്കൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി അദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി അടക്കം ഒന്നായി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യ മുന്നണി നേതാക്കളായി ഒരു അത്താഴ വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും സമാനമായിട്ടുള്ള ചില ഔദ്യോഗികമല്ലാത്ത ചില കൂടിക്കാഴ്ചകളും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള ചില ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 4:30 കോൺഗ്രസിന്റെ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിലൊക്കെയാണ് ഈ യോഗം ചേർന്നത്. ഇവരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ തുടർ നടപടികൾ അത് ഏതൊക്കെ തരത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. നേരത്തെ തന്നെ കോൺഗ്രസിനൊരു ആലോചനയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ആരോപണങ്ങൾ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ സംസ്ഥാന തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നുള്ളതായിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഒരുപക്ഷെ അടുത്തിടെയൊക്കെ ഇത്തരത്തിലേക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഏതാണ്ട് 300ഓളം MPമാർ അണിനിരുന്ന ആ ഒരു പ്രതിഷേധം രാജ്യതലസ്ഥാനം ഒരു പ്രതിഷേധ കടലായി മാറിയ ദൃശ്യത്തിനാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചിരുന്നത്. തുടർ നടപടികളും തുടർ പ്രതിഷേധങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിനിടെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 30 അംഗങ്ങൾക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ഡെലിഗേഷൻ ടീമിനെ കാണണമെന്നല്ല ആവശ്യപ്പെട്ടിരുന്നത്, ഒരു പ്രതിനിധി സംഘത്തെ അല്ല കാണേണ്ടത്, ഞങ്ങളുടെ എല്ലാ MPമാരെയും കാണണമെന്നാണ് ഇന്നലെ ജയറാം രമേശ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നടപടികളോ ഒരുപക്ഷെ ഒരു മറുപടിയോ ഒക്കെ ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പാർലമെന്റുണ്ട്. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്നും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളും ചർച്ചയാകും. സ്വാഭാവികമായും പാർലമെന്റിന് പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. താങ്ക് യു വിനീത VG. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.